നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേസ് മോഡൽ വരുന്ന വണ്ടികളുടെ സ്റ്റിയറിംഗ് വീൽ ചേഞ്ച് ചെയ്തിട്ട് ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് ആക്കാൻ പോവാണ്. ഈ ഒരു സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്ത് നമ്മൾ ഈ കാണുന്ന ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് ആണ് നമ്മളിതിൽ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് മാരുതി സുസുക്കിയുടെ എല്ലാ വണ്ടികളും ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബലേനോയിലാണ്. അത് ചെയ്യാൻ എങ്ങനെ ഞാൻ കാണിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ എയർ ബാഗ് ഊരിയെടുക്കണം. അതായിട്ട് നമ്മൾ മൈനസ് വയർ ഊരിയിട്ടതിന് ശേഷം നമുക്ക് എയർ ബാഗ് 3 ഹോള് വരും ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലായിട്ട്. അതിലും 3ലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എയർ ബാഗ് നമുക്ക് ഊരിയെടുക്കാം. മുകളിലേക്ക് ഇങ്ങോട്ട് തള്ളി വരും. അപ്പോൾ മുകളിലേക്ക് തള്ളി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിത് ഊരിയെടുക്കാം. ഊരിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ 2 വയർ വരും. ഒരു വയർ നമ്മൾ ഹോണിൻ്റെ വയറാണ്, ഹോൺ വർക്ക് ചെയ്യിക്കണേ. മറ്റേ ഈ യെല്ലോ കാണുന്ന വയർ നമ്മൾ എയർ ബാഗിൻ്റെ വയറാണ്. അപ്പോൾ മൈനസ് ഊരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വയറൊക്കെ നമുക്ക് ഊരിയെടുക്കാം. ചെറിയ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ നമ്മളൊരു സാധാ കത്തിക്ക് ഉപയോഗിച്ച് നമ്മൾ ആ യെല്ലോ വരുന്ന ഭാഗമില്ല, ബ്ലാക്കിൻ്റെ മുകളിൽ യെല്ലോ വരുന്ന ആ ചെറിയൊരു ബട്ടൺ അത് പൊക്കി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ഊരിയെടുക്കാം. അത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ അത് ഊരാൻ കിട്ടും. അപ്പോൾ നമ്മളത് ഇതേമാതിരി ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് നമ്മൾ തിക്കാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ ഊരിയിട്ടുണ്ട്. ഇതേമാതിരത്തെ ഒരു സാധനം നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലുണ്ടാകും. അത് നമ്മൾ സ്റ്റിയറിംഗ് വീല് ഊരിയിട്ട് ഇട്ടുക. ഇതാണ് നമ്മൾ ഇതിലേക്ക് കണ്ടിട്ടുണ്ട്. ആ പഴയത് ഊരി കളഞ്ഞിട്ട് നമുക്ക് പുതിയ സാധനം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എയ്ഡിൻ്റെ കപ്ലർ, ഇതാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ കണക്ഷൻ വരുന്ന കപ്ലർ. ഇതൊരു 5 ഹോളിൽ നമ്മൾ വയർ കണക്ട് ചെയ്യണം. 5 വയർ കണക്ട് ചെയ്യണം. അപ്പോഴേ സ്റ്റിയറിംഗ് വീല് വർക്ക് ചെയ്യുള്ളൂ. 5 വയർ ഒരു സൈഡിൽ എർത്ത് വരും, 2 സൈഡിൽ പ്ലസും മൈനസും, 3-ാം സൈഡിൽ നമുക്ക് വരുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ കണക്ഷനാണ്. അപ്പോൾ അത് ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോൾട്ട് ഊരിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ ബോൾട്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് വളരെ സിമ്പിളായിട്ട് കിട്ടും. നമ്മൾ സ്റ്റിയറിംഗ് ഊരിയിട്ട് ആ പഴയ കോയിലില്ല, അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചാൽ അതേമാതിരത്തെ കോയിലുണ്ട്, അതിൻ്റെ ഇത് നമ്മളെ പഴയ വണ്ടിയിലുള്ള കോയിലാണ്. ഇത് ഊരിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ വൈറ്റ് സാധനം ഉണ്ടല്ലോ, അത് ഊരിയിട്ട് നമ്മൾ പുതിയയിലേക്ക് ഇടണം. അപ്പോൾ നമ്മളിത് പുതിയയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ബ്ലൂ വരുന്ന ലോക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ പൊട്ടിക്കാണ്ട. അത് നമ്മളെ സ്റ്റിയറിംഗിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം പൊട്ടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ പുതിയ കോയിലാണ്. ഇപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ള സാധനം ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റിയറിംഗിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സ്റ്റിയറിംഗിൽ വെച്ചിട്ടുണ്ട്. അത് 3 ലോക്ക് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. മുകളിൽ സൈഡിലോട്ട് 2 ലോക്ക് അത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് വീൽ കണക്ട് ചെയ്യാം. നമ്മളെ ഫുൾ ഓപ്ഷന് വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ വരുന്ന സ്റ്റിയറിംഗ് ആണിത്. അത് നമ്മളതിലേക്ക് ആ മില്ലിങ് നോക്കി കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതും ഫിക്സ് ആയി കഴിഞ്ഞു. നമ്മൾ നേരത്തെ ഊരിയ ബോൾട്ട് അതിൽ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. സ്റ്റിയറിംഗ് കൊണ്ട് നല്ല ലോക്ക് ചെയ്തിട്ട് നല്ല ഫുൾ ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് കപ്ലെയറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാം. നമ്മൾ ഈ വൈറ്റ് വരുന്ന കപ്ലെയർ നമ്മളെ കോയിലിലേക്ക് കണക്ട് ചെയ്യുക. നമ്മളതിൽ വയർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ മറ്റേ വയറിന്ന് ഊരിയിട്ട് ഇതിലേക്ക് 4 വയർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വയറിൻ്റെ കോഡ് ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് വീല് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ എയർ ബാഗ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ചെക്ക് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ വോളിയം കൺട്രോളും ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വോളിയം കൂടുന്നും കുറയുന്നതൊക്കെ കണ്ടാവും. അപ്പോൾ അത് മ്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് മൈനസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. എയർ ബാഗിൻ്റെ വല്ല ലൈറ്റോ വാണിയോ കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ബാറ്ററി വയർ ഊരിയതിന് ശേഷം പിന്നെയും കണക്ട് ചെയ്താൽ മതി. ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെക്ക് ചെയ്ത് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഇത് കൊറിയർ അയച്ചു തരും, അല്ലെങ്കിൽ നമ്മളൊരിത് നമ്മളെ ഷോപ്പിലേക്ക് നമ്മളിത് ഫിറ്റ് ചെയ്ത് തരും ചെയ്യും.